ഉപതെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുണ്ടാകുമോ? പേര് പാരയാകുമോ? ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം. മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർമാൻ മസ്ജിദ് വാർഡിൽ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. 3 മുന്നണികളും ശക്തമായ പ്രചാരണം നടത്തിയെങ്കിലും ആരെ ജനം തുണയ്ക്കുമെന്നറിയാൻ ബുധനാഴ്ച വരെ കാത്തിരിക്കണം. BJPക്ക് ശക്തമായ അടിത്തറയുള്ള വാർഡിൽ BJP കൗൺസിലറായിരുന്ന TD വെങ്കടേശ്വരന്റെ രാജിയെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDF സ്ഥാനാർത്ഥിയായി മുൻ നഗരസഭാ കൗൺസിലർ GS സുരേഷ് കുമാറാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി ഒരു തവണ ചെയർമാൻ വാർഡിൽ മത്സരിച്ച് BJPയുടെ 46 വോട്ടുകൾക്ക് പരാജയപ്പെട്ട PU സുരേഷ് കുമാറാണ് ഗോദയിലുള്ളത്. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഗീതാറാണി ഗൗഡ സാരസ്വത ബ്രാഹ്മിൺസ് ഗ്രാമസഭ വനിതാ പ്രധാനാണ്. ആദ്യമായാണ് ഗീതാറാണി മത്സരരംഗത്ത് വരുന്നത്. 800-ൽ താഴെ മാത്രം വോട്ടുള്ള വാർഡിൽ ബ്രാഹ്മണ സമൂഹത്തിന് നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ തവണ 642 വോട്ടുകളാണ് പോൾ ചെയ്തത്. അതിൽ BJP 367 വോട്ടുകളും നേടി. രണ്ടാം സ്ഥാനത്തുള്ള UDFന് 187 വോട്ടുകളും LDFന് 118 വോട്ടുകളുമാണ് നേടാനായത്. 210 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. ശക്തമായ അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നാണ് ജനസംസാരം. കൂടാതെ LDF UDF സ്ഥാനാർത്ഥികളുടെ പേരിലെ സാമ്യം ആർക്ക് പാരയാകുമെന്നറിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. How was today? Anything new? We sang, we danced, and we wrote. Is it true? Yes. Mom, my teacher is like you. Really? So nice, so caring, and very loving. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.